ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കുട്ടി കുട്ടി വിശേഷങ്ങൾ. ഇന്ന് നമ്മൾ കാരപ്പറ്റയിൽ പോയൊരു വിശേഷം ഉണ്ടാവും നോക്കണേ. അവിടെ കണ്ണമ്പറ വേലയായിരുന്നു, അപ്പോൾ അത് കൂടാൻ വേണ്ടി പോയതാണ്. അതിൻ്റെ ചെറിയ വിശേഷം. കണ്ണമ്പറ കാരപ്പറ്റ എൻ്റെ വല്യമ്മയാണ് കേട്ടോ. അമ്മയുടെ ചേച്ചിയുടെ വീടാണ് കാരപ്പറ്റ. ഞാനിപ്പോൾ ഓരോരുത്തരെ കുറിച്ച് പറയുമ്പോഴും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതെന്താ വെച്ചാൽ എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വാട്സപ്പിൽ. എനിക്ക് ഒരു വേണ്ടപ്പെട്ട ഒരു ചേച്ചിയായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് പറയുന്നത് ഓക്കെയാണ്, പക്ഷേ എല്ലാവർക്കും അറിയില്ല അത് ആരാ എന്താന്നുള്ളത്. അപ്പോൾ നീ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഓരോരുത്തരെ കുറിച്ച് അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ. അങ്ങനെ ഞാനും അബി മുത്തശ്ശനും കൂടിയിട്ട് കാരപ്പറ്റ എത്തിയിട്ടോ. കാരപ്പറ്റ നമ്മുടെ വല്യമ്മയുടെ വീട്ടിലേക്ക് പോയത്. അവിടെ കണ്ണമ്പ്ര വേലയായിരുന്നു കേട്ടോ. അത് പൂരങ്ങളുടെ അവസാനം ലാസ്റ്റ് ഉള്ളൊരു പൂരമായിട്ടാണ് പറയണത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി പോയത്. എനിക്ക് ഈ പട്ടീനെയും പൂച്ചേനെയൊക്കെ ഭയങ്കര പേടിയാട്ടോ. ഇറ്റാണെ തൊടാനും കാണാനും ഒക്കെ പേടിയാണ്. അപ്പോൾ വല്യമ്മ പിടിച്ചിട്ടൊന്ന് ജസ്റ്റ് തൊട്ടതാണ്. ഇവിടെ മുന്നേ ചിക്കു ഉണ്ടായിരുന്നു കേട്ടോ. അവന് 6-7 വയസ്സായിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ ഭക്ഷണമൊന്നും കഴിക്കാണ്ട് വയ്യാണ്ടായിട്ട് അങ്ങനെ മരിക്കാട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ബബ്ലുവിനെ വാങ്ങിയതാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് വല്യമ്മ ബിരിയാണിയൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ കഴിച്ച് വല്യമ്മ ചോറ് തന്നെ ഉണ്ടത്. അപ്പോൾ അതൊക്കെ കഴിച്ച് പിന്നെയും ബബ്ലുവിൻ്റെ കളികളൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്താണ് അമ്മു വന്നത്. അമ്മു അപ്പുറത്തെ വീട്ടിലുള്ള കുട്ടിയാണ്. അവൾ വന്നിട്ട് അവനെ ഇങ്ങനെ കളിപ്പിക്കുമായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ എല്ലാവരും പട്ടിയുടെ അടുത്ത് കളിക്കണത് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ കൊതിയാവും. കാരണം എനിക്ക് ഭയങ്കര പേടിയാണ്. അടുത്തേക്ക് പോകാൻ തന്നെ ഭയങ്കര പേടിയാണ്. അങ്ങനെയുള്ള ആൾ ഇനി കളിപ്പിക്കാൻ പോയുള്ള അവസ്ഥ. അതും വല്യമ്മ പിടിച്ചിട്ടൊക്കെയാണ് നേരത്തെ തൊട്ടത് തന്നെ. ഇവന് ഭയങ്കര വികൃതിയാട്ടോ. ഇവനും നന്നായി കളിക്കാൻ കൂടും. നല്ല ആക്റ്റീവായിട്ടാണ് പുള്ളിക്കാരൻ. അവിടെ ഞാൻ പറഞ്ഞ പോലെ പിന്നെ ആടും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ആട് മാത്രം എപ്പോഴും അവിടെ ഒന്ന് നിൽക്കും. അതിങ്ങനെ അയ വറുത്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ പട്ടിയും ആടും കോഴിയായിട്ടുള്ളൂ. പണ്ട് പശുവൊക്കെ ഉണ്ടായിരുന്നു. അവിടെ മൃഗങ്ങൾക്ക് അവർ ഭയങ്കരമായിട്ട് വളർത്താൻ നല്ല ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾ ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. അഞ്ചു മണിക്കല്ലേ പോണേ? ചേച്ചി പറഞ്ഞിട്ട് 5 മണിക്ക് പോവാ. ഞാൻ എവിടെ പോകുമ്പോഴും ബസ്സിൽ യാത്ര ചെയ്യാറില്ല. എന്താ കാര്യം ചോദിക്കും. കാരണം ബസ്സിൽ യാത്ര ചെയ്താൽ ഛർദിച്ചു പോകും. അതുകൊണ്ട് ഞാൻ മരിച്ചാലും എന്നെ ആംബുലൻസിൽ കൊണ്ടുപോകരുത്. കാരണം എന്ന് ചോദിക്കും. ഛർദിക്കോ? പിന്നെ വെല്ലിച്ചൻ ഓരോ പണിയിലായിരുന്നു കേട്ടോ. വെല്ലിച്ചനാണ് ആടിൻ്റെ കാര്യങ്ങൾ കൂടുതൽ നോക്കുക. ആൾക്കും ഈ പറഞ്ഞ പോലെ ഇങ്ങനെ വളർത്താനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ആട് പിന്നാലെ നിൽക്കുക കേട്ടോ, തവിട് കിട്ടാൻ വേണ്ടിയിട്ട്. ഞങ്ങളിങ്ങനെ വെല്ലിച്ചനായിട്ട് ഓരോ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു. ആളുടെ ഒപ്പം സംസാരിച്ചിരിക്കാൻ നല്ല രസമാണ്. ഇപ്പം ഞങ്ങൾ DJ പാർട്ടീനെ കുറിച്ചിട്ടാണ് കേട്ടോ പറയണേ. വെല്ലിച്ചൻ എന്നിട്ട് ഞങ്ങളെ 2 മണ്ടന്മാരാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. മണ്ടനും മണ്ടിയും. ഗായ്സ്, അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എണ്ണപ്പലഹാരോ ബേക്കറി എന്തെങ്കിലും വാങ്ങാമെന്ന് വെച്ചിട്ട് പോവാട്ടോ. സെറ്റായി നിൽക്കുകയാണ്. ഇവിടെ മഴ ചാറിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെ പൂരത്തിന് പോകുന്ന അറിയില്ല. വെടിക്കെട്ടൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. ഞങ്ങൾ പൂരത്തിന് ഇറങ്ങാൻ വേണ്ടി നിൽക്കുമ്പോൾ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ലച്ചുവൊക്കെ അതേ വന്നിട്ടുണ്ട് കേട്ടോ. രമണി ചേച്ചി വന്നിട്ടുണ്ട്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് പോകാമെന്നാണ് വിചാരിച്ചേ. ഇത് ശ്രീകുട്ടിയാണ് കേട്ടോ. പണ്ട് ഞങ്ങളൊപ്പം കളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ കേട്ടോ. ഞാൻ അവിടെ പോയി വിരുന്നൊക്കെ നിൽക്കുന്ന സമയത്ത്. ഇത്രയും പേര് ബസ്സുകാർക്ക് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. ആദ്യമായിട്ട് അടുത്തൊരു പൂരം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യണത്. എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ അല്ലേ. പിന്നെ ഞങ്ങൾ പൂരത്തിന് പോകാൻ പറ്റില്ല. ഹലോ ഗായ്സ്, ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല കേട്ടോ. ഇത് ഇങ്ങനത്തെ ഒരു പൂരം എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. മഴ കാരണം പോകാൻ പറ്റിയില്ല. അതുകൊണ്ടിപ്പോൾ നമ്മൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അത്രയ്ക്ക് മഴയാണ് ഇവിടെ. അതെ, വീട്ടിലേക്ക് തിരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴയാണ്, കാറ്റും. ഇവിടെ ഒരു രൂപ മാത്രമേ കാണാനുള്ളൂ. ഇവിടെ കറണ്ട് ഇല്ല. ഞങ്ങൾ ചക്ക പറിച്ചുകൊണ്ടിരിക്കുക. അവിടെ ചക്കയൊന്നും അങ്ങനെ കിട്ടാനില്ല കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് ചക്ക ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ നേരെയൊക്കെ ആയിരുന്നു. കറണ്ട് ഇല്ലാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫോണിലത്തെ ചാർജും ഒരുവിധം തീരാറായിട്ടുണ്ടായിരുന്നു. പിന്നെ 10 മണിയാകുമ്പോൾ കറണ്ട് വന്നു കേട്ടോ. ഞങ്ങൾ ചാർജ് ചെയ്തിട്ടാണ് പിന്നെ ഉറങ്ങിയതൊക്കെ. നമ്മളപ്പോൾ പിറ്റേ ദിവസവും മഴയത്തിരിക്കുകയാണ് ഗായ്സ്. മഴയ്ക്ക് കുറവൊന്നുമില്ല. വെടിക്കെട്ടൊക്കെ നടന്നു കേട്ടോ. അപ്പോൾ നല്ല ഇടി വെട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ വെറുതെ ഇരിക്കുകയാണല്ലോ. അപ്പോൾ ഉണ്ണിയിലമ്മയെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പോയെന്ന് തന്നെ അമ്മയെ വീഡിയോ കോൾ ചെയ്തായിരുന്നു. ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ഇരുട്ടടിച്ചിട്ടാണ് മഴ വരുന്നത് കേട്ടോ. നമുക്ക് അതുകൊണ്ട് പുറത്തേക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. ഇന്ന് വീട്ടിലേക്ക് പോകണം.
ഞാനും വല്യമ്മയും അബിയും കൂടി ഇങ്ങനെ ഓരോ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. മഴ പെയ്യുന്നുണ്ട് ബബ്ലുവിനെ പുതപ്പിച്ച് എടുക്കിട്ടുണ്ടായിരുന്നു. അവൻ രാവിലെയൊക്കെ നല്ല ഉറക്കമാണ്. മുത്തശ്ശന വഴുക്കലുള്ള സ്ഥലത്തെ മണ്ണൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ. എനിക്കും അബിക്കും വല്യമ്മേനെ അടുത്ത് കിട്ടിയ വേറെ പണിയൊന്നുമില്ല. ഇങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കട്ടോ. ഞങ്ങൾ ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഹണിമൂണിൻ്റെ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ടാണ് വലിയ അത്രയും ആക്റ്റീവായിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണേ. പഴമാങ്ങക്കൂട്ടം വയ്ക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ മാങ്ങ കുറച്ചൊക്കെ നമ്മൾ ഇന്നലെ കൊണ്ടുപോയതായിരുന്നു കേട്ടോ. അത് വെങ്ങാനല്ലൂർ നമ്മുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയതാണ്. കുറച്ച് നാശമായ പോലെ. അപ്പോൾ വലിയച്ഛൻ വന്നിട്ട് അത് എന്തിനാ ഫ്രിഡ്ജിൽ വയ്ക്കാറുന്നില്ലേ ചോദിച്ചതാണ്. ഞാൻ പറഞ്ഞ പോലെ വല്യമ്മ കൂടെ ഉണ്ടെച്ചാൽ നമ്മൾ എന്താ പറയുക, ഫുൾ ടൈം ഹാപ്പി ആയിരിക്കും. നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ ആളുടെ കൂടെ ആണെന്ന് വെച്ചാൽ നമ്മളതൊക്കെ മറക്കും. അങ്ങനത്തെ ഒരു ലെവലാണ്. അടിപൊളിയാണ് കേട്ടോ എൻ്റെ വല്യമ്മ. പിന്നെ ഞാൻ അധികം അങ്ങോട്ട് പോകാൻ പറ്റാറില്ല. കാരണം കാരപ്പറ്റയാണ് അവരുടെ വീട്. നമുക്ക് കുറച്ച് ലോങ്ങും ആണ്. പിന്നെ ബസ്സിൻ്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് എപ്പോഴും പോകാൻ പറ്റാറില്ല. അതിൻ്റെ പരാതി എപ്പോഴും ഉണ്ട് കേട്ടോ രണ്ടാൾക്കും. ഊണ് കഴിക്കുമ്പോൾ വെല്ലിച്ചൻ ചോറ് അധികമായി പറഞ്ഞിട്ട് വല്യമ്മയ്ക്ക് കുറച്ച് ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ. ഞങ്ങൾ ലേറ്റായിട്ടാണ് ഊണ് കഴിച്ചത്. വെല്ലിച്ചൻ്റെ ചേച്ചിയും മോളും വന്നിട്ടുണ്ടായിരുന്നു. അവർ ചിലക്കോട് തന്നെ കേട്ടോ. അപ്പോൾ അവർ വന്ന് കുറച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഊണ് കഴിച്ചത്. അവർ വന്നിട്ട് അപ്പോൾ തന്നെ പോവും ചെയ്തു കേട്ടോ. അപ്പം നമ്മൾ ഇവിടുന്ന് തിരിച്ച് പോവാണ്. വെല്ലിച്ചൻ്റെ തറവാടാണിത്. അത്യാവശ്യം നല്ല പഴക്കമുള്ള വീടാണ്. 19 വർഷം പഴക്കമുള്ള ഒരു വീടാണ്. അപ്പോൾ നമ്മൾ പൂരത്തിന് വന്നെങ്കിലും പൂരപ്പറമ്പയ്ക്ക് പോകാൻ പറ്റിയില്ല. പക്ഷേ നല്ല രസമായിരുന്നു. അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടിലാണ്. ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ട്. ഇത്ര നേരം മഴ തന്നെയായിരുന്നു കേട്ടോ.